നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റെയിനിങ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ടു ഇമ്പാർട്ട് color and contrast to specific tissue constituents. Fixed proteins has approximately the same refractive index as glass. When looking at a stained section under the microscope that has been cleared and mounted in one of the standard mediums, tissue seen with dye particle attached to the protein. The theory of the staining is a complex subject and is not fully understood. അതായത് സ്റ്റെയിനിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഇമ്പാർട്ട് കളർ ആൻഡ് കോൺട്രാസ്റ്റ് ടു സ്പെസിഫിക് ടിഷ്യൂ കോൺസ്റ്റിറ്റ്യൂയൻസ്. നമ്മുടെ ടിഷ്യൂവിലുള്ള, നമ്മൾ എക്സാമിൻ ചെയ്യുന്ന ടിഷ്യൂവിലുള്ള ഫിക്സ്ഡ് പ്രോട്ടീൻസ് പറയുന്നത് കളർലെസ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് സിമിലർ ആയിരിക്കും. അപ്പോൾ നമുക്കിതിന് കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴത്തേക്കും അത് ഒരു ഫിക്സ്ഡ് ടിഷ്യൂ, സ്ലൈഡിലുള്ള ഒരു ഫിക്സ്ഡ് ടിഷ്യൂ വിത്ത് ഡൈ പാർട്ടിക്കിൾസ് ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ ദ തിയറി ഈസ് not fully understood. Many theories have been put forward. Stains can be categorized according to the physicochemical principles governing their action. കുറേ തിയറി ഉണ്ടെങ്കിലും on the basis of physicochemical principles നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ തിയറിയിൽ രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സോളിബിലിറ്റി ആൻഡ് അബ്സോർപ്ഷൻ. സോളിബിലിറ്റിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫാറ്റ് സ്റ്റെയിൻസ് ആണ്. അതായത് ഫാറ്റ് സ്റ്റെയിൻ ഇസ് മോർ എഫിഷ്യൻറ്റ് ടു ഡിസോൾവ് ദ ഫാറ്റ് ദാൻ വാട്ടർ. അതായത് ഫാറ്റ് വാട്ടറിൽ ഡിസോൾവ് ആവുന്നതിനേക്കാളും കൂടുതൽ ഫാറ്റ് സ്റ്റെയിനിൽ ഡിസോൾവ് ആവും. പിന്നെ അതേപോലെ അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ, അഡ്സോർപ്ഷൻ ഇസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ലാർജ് ബോഡി അട്രാക്ട്സ് ടു ഇറ്റ്സെൽഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഫ്രം ദ സറൗണ്ടിങ് മീഡിയം. ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു മാക്രോ മോളിക്യൂൾ സറൗണ്ടിങ് പാർട്ടിക്കിൾസിലുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ അതിനോട് അട്രാക്റ്റ് ചെയ്യുക. ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് സ്റ്റെയിനിങ് ക്ലാസിഫൈ ചെയ്യപ്പെട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് സ്റ്റെയിനിങ് ഓഫ് ഡെക്സ്ട്രാൻ ബൈ അയോഡിൻ. ഡെക്സ്ട്രോൺ എന്ന് പറയുമ്പോൾ ഹെമറേജ് ആൻഡ് ഷോക്കിൻ്റെ കേസസിലൊക്കെ ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഒരു ബ്ലഡ് പ്ലാസ്മ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് അയോഡിൻ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യാം. അതിൻ്റെ പ്രിൻസിപ്പിൾ, അത് അഡ്സോർപ്ഷൻ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി അടുത്തത് കെമിക്കൽ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും, സ്റ്റെയിൻസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ സ്റ്റെയിനിങ് ബയോളജിക്കൽ മെറ്റീരിയൽസ്. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഓൾ സ്റ്റെയിൻ ഈസ് ദ അറോമാറ്റിക് ഹൈഡ്രോകാർബൺ ബെൻസീൻ. അതായത് സ്റ്റെയിൻസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ സ്റ്റെയിനിങ് ബയോളജിക്കൽ മെറ്റീരിയൽസ്. അതായത് ഈ കെമിക്കൽ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ബെൻസിനെ കുറിച്ച് പറയാതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ബെൻസിൻ ഹാസ് എ റിംഗ് സ്ട്രക്ചർ ദാറ്റ് ഗിവ്സ് ഇറ്റ്സ് ഗ്രേറ്റ് flexibility. Benzene is not itself colored, although in ultraviolet light it does have specific absorption band. അതായത് ബെൻസിൻ കളർലെസ് ആണ്. അൾട്രാവയലറ്റ് സ്പെക്ട്രത്തിൽ ഒരു സ്പെസിഫിക് അബ്സോർപ്ഷൻ ബാൻഡിനെ ഇത് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് എനർജി ആയിട്ട് ഇത് എക്സിറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം അത് വിസിബിൾ സ്പെക്ട്രത്തിലുള്ള ലൈറ്റിനെ അല്ല അബ്സോർബ് ചെയ്യുന്നത്. സോ നമ്മൾ സെർട്ടൻ കെമിക്കൽ ഗ്രൂപ്പ്സിനെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ബെൻസിൻ റിംഗ് ിലുള്ള ഹൈഡ്രജൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ആ സെർട്ടൻ കെമിക്കൽ ഗ്രൂപ്പ്സ് ബെൻസിൻ റിങ്ങിലുള്ള ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനൊരു കളർ കോമ്പൗണ്ടായിട്ട് മാറ്റും. ഈ സെർട്ടൻ കെമിക്കൽ ഗ്രൂപ്പ്സിനെ നമ്മൾ ക്രോമോഫോർ എന്നും ദ റിസൾട്ടൻ സ്ട്രക്ചറിനെ നമ്മൾ കളർഡ് സ്ട്രക്ചറിനെ നമ്മൾ ക്രോമോജൻ എന്നും വിളിക്കും. ഇതാണ് ബെൻസിൻ്റെ സ്ട്രക്ചർ. ഇതാണ് ബെൻസിൻ്റെ സ്ട്രക്ചർ. ഇത് ബെൻസിൻ്റെ ആക്റ്റീവ് ഫോമാണ് ക്യുനോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ H റീപ്ലേസ് ചെയ്തിട്ട് ഓക്സിജനാണ് ഇവിടെ ഒന്ന് ബൈൻഡ് ചെയ്തേക്കുന്നത്. ഈ ക്യുനോയിഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ആക്റ്റീവ് form of benzene എന്ന് വിളിക്കുന്നത്. The benzene containing active chromophore group is known as quinone. This group will give color to stain.
Along with this, it is necessary to introduce ionizing groups known as oxochromes. Only then will be the colored compound stains the tissue and be resistant to simple washing. അപ്പോൾ നമ്മൾ ഈ ബെൻസിൻ്റെ കൂടെ നമ്മുടെ ഡൈയിൻ്റെ കൂടെ ക്രോമോഫോറിൻ്റെ കൂടെ നമുക്ക് ഓക്സോക്രോമും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ല ഒരു ബോണ്ടിങ് സ്റ്റെയിനും ടിഷ്യൂവും തമ്മിൽ കിട്ടുകയുള്ളൂ. ഈ ഓക്സോക്രോം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ സോഴ്സ് ഫോർ അയൺ. Therefore, a stain has both chromophore and oxochrome. ഒരു സ്റ്റെയിനിൽ ക്രോമോഫോറും ഓക്സോക്രോമും ഉണ്ടാവും. The double valency bond of the benzene ring are not static. Light waves provide the energy necessary to excite the electrons in the molecule and the bond to change position. This property is referred to as resonance. അതായത് ഒരു എനർജി ലൈറ്റ് സോഴ്സിനെ അബ്സോർവ് ചെയ്തിട്ട് അതിനെ എക്സൈറ്റ് ആകുമ്പോഴത്തേക്കും ആ എനർജി സോഴ്സിനെ റിലീസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് acidic dye stains basic elements and basic dye stains acidic elements. Their action is modified by the pH of the solution in which they are employed. Although the nucleus may be considered as an acid, tissue component and cytoplasm as basic, they both exhibit amphoteric nature. ഓക്കെ, അതായത് നമുക്കറിയാമല്ലോ അസിഡിക് ഡൈസ് ബേസിക് എലമെൻറ്റിനെയും ബേസിക് ഡൈസ് അസിഡിക് എലമെൻറ്റിനെയും സ്റ്റെയിൻ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പി എച്ച്, ഇറ്റ് വിൽ വാരി ഡിപ്പെൻഡ്സ് ഓൺ പി എച്ച്. വെൻ പി എച്ച് ചേഞ്ച് ഇത് ആംഫോടെറിക് നേച്ചറിലോട്ട് മാറും. ആംഫോടെറിക് നേച്ചർ മീൻസ് അസിഡിക് ഡൈ അതായത് അതിൻ്റെ കളറിലുള്ള ചെറിയ മാറ്റം പി എച്ച് മാറുമ്പോഴത്തേക്കും എന്താ പറയുക, ആസിഡ് ടിഷ്യൂ കോമ്പണൻറ്റ് സൈറ്റോപ്ലാസ്മസ് ബേസിക് ദേ ബോത്ത് എക്സിബിറ്റ് ആംഫോടെറിക് ക്യാരക്ടറിസ്റ്റിക്. അതായത് അസിഡിക് ഡൈ ബേസിക്കായിട്ടോ ബേസിക് ഡൈ അസിഡിക്കായിട്ടും റിസൾട്ട് തരാനുള്ള ചാൻസ് ഉണ്ട് പി എച്ച് മാറുമ്പോഴത്തേക്കും. അപ്പോൾ as the excitement of benzene takes place in the invisible ultraviolet range of the spectrum, special grouping needed to push the absorption band into the higher visible wavelengths. This is the special property of the chromophores. അതായത് ബെൻസീൻ ഇൻവിസിബിൾ അൾട്രാവയലറ്റ് സ്പെക്ട്രത്തിൽ നിന്നുള്ള എനർജിയാണ് അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ക്രോമോഫോർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബെൻസീൻ നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്നുള്ള എനർജി അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സിനെ അബ്സോർവ് ചെയ്യുകയും അത് എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കളേർഡ് ക്രോമോജനായിട്ട് കാണാൻ കഴിയും. അതാണ് ഒരു മെയിനായിട്ടുള്ള ക്രോമോഫോറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. pH and amphoteric nature. ഇതിനുള്ള ഒരു മെയിൻ എക്സാമ്പിളാണ് methyl grain and pyronin are both basic dyes and the affinities of which differ and also vary with the pH of the solution. If both are used at pH 9, pyronin has very little action and methyl grain is preferentially found, whereas in pH 4.8 both behave differentially. Pyronin staining and cytoplasm and methyl grain stains the nucleus. Therefore, staining should be considered as being functionally, if not completely, chemical in nature. അതായത് മീഥൈൽ ഗ്രീൻ ആൻഡ് പൈറോണിൻ pH 9 നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആക്ഷനിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ pH 4.8 ഉപയോഗിക്കുമ്പോഴത്തേക്കും സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും പൈറോണിൻ സൈറ്റോപ്ലാസത്തിനെയും മീഥൈൽ ഗ്രീൻ ന്യൂക്ലിയസിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഡൈസ് അല്ലെങ്കിൽ സ്റ്റെയിനിങ് ഇസ് കെമിക്കൽ ഇൻ നേച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നോട്ട് കംപ്ലീറ്റ്ലി ബട്ട് പാർഷ്യലി. ഇനി acidic dyes എന്താണെന്ന് നോക്കാം. These dyes have affinity toward basic part of the tissue components. Acids have a negative charge in electric field. They migrate towards anode. Tissue carrying a positive charge will attract dyes with negative charges. Such tissues are referred to as acidophilic. അതായത് ഈ ബേസിക്
പാർട്ട് ഓഫ് ദ ടിഷ്യൂ കോമ്പണൻറ്റിന് അഫിനിറ്റി ഉള്ളത് എപ്പോഴും ആസിഡിക് ഡൈസോ ആയിട്ടാണല്ലോ. ഇവിടെ പറയുന്നത് ഏത് ടിഷ്യൂവിനാണോ ആസിഡ് ഡയുമായിട്ട് അട്രാക്ഷൻ ഉള്ളത് അതിനെ നമ്മൾ അസിഡോഫിലിക് എന്ന് വിളിക്കും. നേരെ തിരിച്ചും ബേസിക് ഡൈസിൻ്റെ കേസിൽ ഏത് ടിഷ്യൂവിനാണ് ബേസിക് ഡൈസിനോട് അഫിനിറ്റി കാണിക്കുന്നുവോ അതിനെ നമ്മൾ ബേസോഫിലിക് എന്നും വിളിക്കും. ന്യൂട്രൽ ഡൈസ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടിയ കോമ്പൗണ്ടാണ്. കോമ്പൗണ്ട് സ്റ്റെയിൻസ് ആർ ന്യൂട്രൽ സ്റ്റെയിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ സൂട്ടബിൾ ആസിഡ് ഡൈസ് വിത്ത് സൂട്ടബിൾ ബേസിക് ഡൈസ്. രണ്ടും ഇതിലുണ്ട്. The negatively charged di-ion of the acid dye unites with the positively charged di-ions of the basic dye. When aqueous solution of the two dyes are brought together, an interchange of ion takes place and a precipitate is formed, which is a two-color dye. അതായത് ഇത് ന്യൂട്രൽ ഡൈ എന്ന് പറയുമ്പോൾ അതിൽ അസിഡിക് ഡൈ ഉണ്ട്, ബേസിക് ഡൈ ഉണ്ട്. ഇത് നമ്മൾ അക്വ സൊല്യൂഷനിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും രണ്ടും കൂടി ഒരു കോമ്പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ടേക്സ് പ്ലേസ് ആൻഡ് precipitate is formed which is two color dye. രണ്ട് കളറും കൂടി ഒരു ഡൈ ആയിട്ടായിരിക്കും അത് നമ്മൾ കിട്ടുന്നത്. It is insoluble in pure water but dissolves in water containing an excess of either the acid or the basic dye from which they are formed. ഇനി അടുത്ത് പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് സ്റ്റെയിനിങ് ആണ്. ബയോളജിക്കൽ സ്റ്റെയിൻ ഈസ് ദ യൂണിയൻ ബിറ്റ്വീൻ എ കളർ ഡൈ ആൻഡ് ടിഷ്യൂ സബ്സ്ട്രേറ്റ് വിച്ച് റെസിസ്റ്റ് സിമ്പിൾ വാഷിംഗ്. അതായത് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ യൂണിയൻ ബിറ്റ്വീൻ കളേർഡ് ഡൈ ആൻഡ് ടിഷ്യൂ സബ്സ്ട്രേറ്റ് which resists simple washing. Sometimes the reaction is direct and sometimes indirect. അതായത് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ടിഷ്യൂ ഡൈയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഡയറക്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് നമ്മളൊരു മോർഡൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിരിക്കും. സെവറൽ മെക്കാനിസംസ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് എക്സാമ്പിൾ ആദ്യത്തെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടിങ്, രണ്ടാമത് വാണ്ടർവാൾ ഫോഴ്സസ്, മൂന്നാമത്തത് കോവാലന്റ് ബോണ്ടിങ്, നാലാമത്തെ ഹൈഡ്രജൻ ബോണ്ടിങ്, അഞ്ചാമത്തെ ഹൈഡ്രോഫോബിക് ബോണ്ടിങ്, ആറാമത്തെ ഡൈ അഗ്രിഗേഷൻ. ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടിങ് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ അഫിനിറ്റി ബിറ്റ്വീൻ ഓപ്പോസിറ്റ് അയണിക് ഗ്രൂപ്പ് ഓഫ് ഡൈ ആൻഡ് ടിഷ്യൂ. ദീസ് അറൈസ് ഫ്രം ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും അഫിനിറ്റി ബിറ്റ്വീൻ ഓപ്പോസിറ്റ് അയണിക് ഗ്രൂപ്പ്, അയണിക് ബോണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടിങ്. ദീസ് അറൈസ് from electrostatic attraction. The source involved is Coulombic attraction or salt linkage ആണ്. The dyes are of acidic or basic shows affinity for basic or acidic tissue groups respectively. നമുക്കറിയാലോ. Acids have a negative charge attached to positive charges, especially H plus ions. Okay, tissues with positive charge will attract dye with a negative charge. Such tissues are called acidophilic. Bases have a positive charge attached to negative charge, especially hydroxyl. Therefore, tissues with negative charge will attract dyes of positive charge and are termed basophilic. Dye carries an organic charged moiety and inorganic salt with opposite charge. അതായത് ഒരു ഡൈയിൽ ഓർഗാനിക് മോയിറ്റി ഉണ്ട്, ഇനോർഗാനിക് സോൾട്ടും ഉണ്ട്. As dyes go into solution, they dissociate. Acid dyes provide negative charges representing chromogen and positive charges representing oxochrome. ഒരു ഡൈ വാട്ടറിൽ മിക്സ് ആകുമ്പോഴത്തേക്കും ആസിഡ് ഡൈ ആണെങ്കിൽ അത് നെഗറ്റീവ് ചാർജുള്ള ക്രോമോജനെ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജുള്ള ഓക്സോക്രോമിനായിരിക്കും അതിനായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം സിമിലർലി ബേസിക് ഡൈ ആണെങ്കിലോ അവിടെ ബേസിക് കോമ്പണൻ്റ് എന്ന് പറയുന്നത് ക്രോമോജൻ ആയിരിക്കും. അസിഡിക് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് ചാർജ് അല്ല, ബേസിക് മീൻസ് പോസിറ്റീവ് ചാർജിലുള്ളത് ക്രോമോജനും നെഗറ്റീവ് ചാർജിലുള്ളത് ഓക്സോക്രോമും ആയിരിക്കും. അപ്പോൾ സ്റ്റെയിനിങ് അക്വർ വെൻ ക്രോമോജൻ ഓഫ് വൺ ചാർജ് അട്രാക്ട്സ് ടിഷ്യൂ മോയിറ്റി ഓഫ് ഓപ്പോസിറ്റ് ചാർജ്. ഇനി അടുത്തത് വാണ്ടർവാൾസ് ഫോഴ്സസ് ആണ്. These intermolecular forces are polar attraction. ഇവിടെ ഡെഫിനേഷൻ പറയുന്നത് പോളാർ അട്രാക്ഷൻ ആണ്. വീക്ക് ആൻഡ് എഫക്റ്റീവ് ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്കും വീക്കാവും. സ്ട്രോങ് വെൻ ക്ലോസ് കോൺടാക്ട് ഇസ് പോസിബിൾ. These forces are important for non-ionic and polyhydrated substrates.
ഓക്കെ, ഇനി അടുത്തത് കോവാലന്റ് ബോണ്ടിങ് ആണ്. ദ ബോണ്ട് ദാറ്റ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ടിഷ്യൂ ആൻഡ് റിയേജന്റ് ആർ കൺസിഡർ മിയർലി ഓർഗാനിക് ഓർ ഇൻഓർഗാനിക്. ഇറ്റ് ഇൻവോൾവ്സ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മെയിനായിട്ട് പറയേണ്ടത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. എക്സാമ്പിൾ ഈസ് വാട്ടർ. വാട്ടറിൽ 2 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ്റെ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിനെ സോറി ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുകയും നേരെ തിരിച്ചും ഷെയറിങ് നടക്കുന്നുണ്ടല്ലോ, അതാണ് കോവാലന്റ് ബോണ്ടിങ്. അടുത്തത് ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബീയിങ് ഓഫ് സിംഗിൾ വാലൻസി ക്യാൻ ബൈൻഡ് ടു അനദർ ആറ്റം. ഇറ്റ് ക്യാൻ ഹവർ ഫോം വീക്ക് ബോണ്ട്സ് ഓർ അറ്റ്ലീസ്റ്റ് attractions to other atoms. This is a localized bond formed when a hydrogen atom lies between two electronegative atoms. Such bonding occurs naturally in water, the weak bonds being formed between hydrogen and oxygen of adjacent molecules. Near the hydrophobic bonding, reactive hydrophobic dye molecule bound to reactive hydrophobic tissue groups. Hydrophobic dyeക്ക് hydrophobic tissue ആയിട്ട് അട്രാക്ഷൻ കാണും. ഓൺലി പോസിബിൾ ബിറ്റ്വീൻ ഡൈസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷനിലാണ് ഡൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. ഡൈ അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഡൈ മോളിക്യൂൾസ് മേ ഹാവ് ആൻ അഫിനിറ്റി ഫോർ ഈച്ച് അതർ. Okay, dyes that aggregate in solution penetrate or permeate tissues less easily than dispersed dye molecule. അതായത് കുറവായിരിക്കും. അതായത് ഡൈ അഗ്രിഗേഷന് ടിഷ്യൂവിൽ പെനിട്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറവായിരിക്കും than dispersed dye molecule. Factors that increase the dye aggregation include large dye molecule size, high concentration and ionic strength and low temperature. അപ്പോൾ ഈ അഗ്രിഗേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മോളിക്കുലർ സൈസും ഹൈ കോൺസെൻട്രേഷനും ഹൈ അയണിക് സ്ട്രെങ്ത്തും ലോ ടെമ്പറേച്ചറൊക്കെയാണ് അഗ്രിഗേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. സബ്സ്റ്റാൻസ് ദാറ്റ് ഇൻഹിബിറ്റ് അട്രാക്റ്റീവ് ഫോഴ്സസ് സച്ച് എസ് ആൽക്കഹോൾ വിൽ ഡിമിനിഷ് ഡൈ അഗ്രിഗേഷൻ. ആൽക്കഹോൾ പോലത്തെ സബ്സ്റ്റാൻസസ് ഒക്കെ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. വെൻ എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഡൈ ആൻഡ് ടിഷ്യൂ അക്വർ, കളർ ഇസ് സീൻ because of the effect of specific electromagnetic wave on the dye. ഇനി ഡൈസ് ആൻഡ് ദർ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ആസോ ഡൈ. ക്രോമോഫോർ എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട്. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ്സ് ഹൂസ് members are mono and diazo dyes and are mainly cytoplasmic stains. Most are acid dyes, but a few are neutral or basic. Example orange, pansy, D-xylidine, chromotrope 2R, Baybridge scarlet. ഏതെങ്കിലും 2-3 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. അടുത്തത് ട്രൈഫീനൽ മീത്തേൻസ്. These contain 3 aromatic nuclei and are quinoid dyes. They include aniline blue, crystal violet, phosphorine, FCE, acid fusion, basic fusion, light green, pattern blue, malachite green, gentian violet. അടുത്തത് തൈസിൻ ഡൈ ആണ്. These are methylene blue, thionin, toluene blue and azures.